അടിയന്തരാവസ്ഥ. അതെ, ഇന്ദിരാഗാന്ധി 1975 ഇന്ത്യക്ക് നൽകിയ സമ്മാനമായിരുന്നു അടിയന്തരാവസ്ഥ. നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ? ഒരു വശത്ത് ഇന്ത്യയിലെ ആണുങ്ങൾ ഒരു സർക്കാർ വാഹനം കണ്ടാൽ ഭയന്ന് ഓടി ഒളിക്കുന്ന അവസ്ഥ, മറുവശത്ത് കുറെ അഴിമതിക്കാരായ ഭരണാധികാരികളും പല കമ്പനി ഉടമകളും അറസ്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ. എന്നാൽ പ്രതിഷേധിച്ചവനൊക്കെ ജയിലിൽ പോകേണ്ട ദുരവസ്ഥ. അതായിരുന്നു ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ. ആ അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പക്ഷം പിടിക്കാതെ സംസാരിക്കാൻ തയ്യാറാവുന്നത്. ഒരു വശത്ത് ലോകത്തെമ്പാടും അലയടിച്ച അറബ് ഇസ്രയേൽ യുദ്ധത്തിന്റെ ഭാഗമായുണ്ടായ പെട്രോളിയത്തിന്റെ കടുത്ത വില വർധനവ. അന്ന് ബാരലിന് $3 നിന്ന് വില $12 കുതിച്ചു വരുന്നത് ഒരു വശത്ത് ക്ഷാമവും പട്ടിണിയും വളർത്തി. രാസവളത്തിന്റെ വില വർധനവുണ്ടായതോടുകൂടി അവിടെ കൃഷിയിൽ വൻ നാശനഷ്ടം സംഭവിച്ചു. അത് ഉൽപാദനവും സംഭരണവും ഗണ്യമായി കുറച്ചു. മറുവശത്ത് ബംഗാളിൽ നിന്നുണ്ടായ കഠിനമായ കുടിയേറ്റവും അവർക്ക് കൂടിയുള്ള ഭക്ഷണവും കൂടി ഉൽപ്പാദിപ്പിക്കേണ്ടി വന്നപ്പോൾ ഇന്ത്യയിൽ പട്ടിണി കുത്തനെ വളർന്നു. ഇതേ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് അതിനു മതിയായ തൊഴിൽ നൽകാനോ തൊഴിൽദാതാക്കളെ സൃഷ്ടിക്കാനോ ഇന്ദിരാ ഗവൺമെന്റിന് സാധിച്ചില്ല. എന്നാൽ മറ്റും നടന്നു. 100 കണക്കിന് കൊട്ടേഷനുകളിൽ നിന്ന് തന്റെ മകനായ സഞ്ജയ് ഗാന്ധിക്ക് തന്നെ ഇന്ത്യയിൽ മാരുതി കാർ കമ്പനി തുടങ്ങാനുള്ള അനുമതി നൽകാൻ അവർക്ക് സാധിച്ചു. ഒടുവിൽ സാഹചര്യങ്ങൾ വീണ്ടും കലുഷിതമായിക്കൊണ്ടിരിക്കെ, ഇന്ത്യയുടെ ഇമേജ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കെ മറ്റൊരു ദുർവിധി കൂടി ഉണ്ടായി. അലഹബാദ് ഹൈക്കോടതിയുടെ വിധി. അത് ഇന്ദിരയ്ക്ക് എതിരായിരുന്നു. ഇന്ദിര തെരഞ്ഞെടുപ്പിൽ തട്ടിപ്പ് അഴിമതിയൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന്. എന്നാൽ ഭീകരമായ കുറ്റവാദങ്ങളെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ചെറിയ ചില കുറ്റങ്ങൾക്കാണ് അന്ന് ആ ശിക്ഷ വിധിച്ചത്. അതെങ്ങനെയായിരുന്നു? ഇന്ദിരയ്ക്ക് പാർലമെന്റിൽ തുടരാം, അത് MP ആയിട്ടല്ല, വെറും PM ആയിട്ട്. അതായത് പ്രധാനമന്ത്രിയുടെ അധികാരം ഉണ്ടായിരിക്കെ MP-യുടെ ഒരു അധികാരവും ഉണ്ടാവില്ല. അടുത്ത 6 വർഷത്തേക്ക് ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പറ്റില്ല. ഇതെല്ലാമായിരുന്നു ആ വിധി. എന്നാൽ ഇതൊരു കണക്കിന് സപ്പോർട്ടിംഗ് ആണോ ഒപ്പോസിംഗ് ആണോ എന്നത് അന്നും ഇന്നും വ്യക്തമല്ല. എന്നിരുന്നാലും വിധി വന്നത് ഇന്ദിരയുടെ ഉറക്കം കെടുത്തി കണ്ണുകളെ ചുവപ്പിച്ചു. തന്റെ അനുയായികളിൽ നിന്ന് എന്താണ് പരിഹാരം എന്ന് തേടി ജൂൺ 25-ാം തീയതി സിദ്ധാർത്ഥ് ശങ്കർ റേ പരിഹാരം കണ്ടെത്തി. അത് അടിയന്തരാവസ്ഥയായിരുന്നു. 3 മണിയോടുകൂടി കണ്ടെത്തിയ ആ ഐഡിയയ്ക്ക് ശേഷം സഞ്ജയ് ഗാന്ധിക്കും ഇന്ദിരയ്ക്കും ഉറക്കമുണ്ടായിരുന്നില്ല. ഇന്ദിരാഗാന്ധി അവിടെ തന്റെ വിശ്വസ്തനായ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലിയോടൊപ്പം ചേർന്ന് നാളെ രാവിലെ ജനത്തെ അറിയിക്കേണ്ട നോട്ടീസ് തയ്യാറാക്കുമ്പോൾ അവിടെ സഞ്ജയ് ഗാന്ധി തയ്യാറാക്കിയത് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളുകളെയാണ്.